സ്തനാർബുദ ബോധവൽക്കരണ സന്ദേശവുമായി നിഷ ജോസ് കെ മാണിയുടെ കാരുണ്യ സന്ദേശയാത്ര പെരിയാർ തീരത്തെത്തി. പെരിയാർ നദിയുടെ ശുചീകരണവും തോണിത്തുഴച്ചിൽ എന്നിവയും സ്തനാർബുദ ബോധവൽക്കരണത്തോടൊപ്പം ഒരുക്കിയിരുന്നു. ഫ്ളാഗ് ഓഫ് കർമ്മം എഴുത്തുകാരി ലക്ഷ്മി നായർ നിർവഹിച്ചു. സ്തനാർബുദ ബോധവൽക്കരണ സന്ദേശവുമായി കാരുണ്യ സന്ദേശയാത്ര പെരിയാർ തീരത്തെത്തിച്ചേർന്നു. സ്തനാർബുദ ബോധവൽക്കരണത്തിനൊപ്പം പെരിയാർ നദിയുടെ ശുചീകരണം, തോണിത്തുഴച്ചിൽ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കാരുണ്യ സന്ദേശയാത്ര ഒരു ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ അവയർനെസ് യാത്രയാണ്. അത് ജാനുവരി 30 നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ഫ്ലാഗ് ഓഫ് ചെയ്തതാണ്. ഇത് എല്ലാ ഡിസ്ട്രിക്ട്സിൽ കൂടെ പോകുന്ന ഒരു യാത്രയാണ്. പല പ്രോഗ്രാംസ് ഉണ്ട്. മാമോഗ്രാം ക്ലിനിക്സ് ഉണ്ട്, ഏർലി ഡിറ്റക്ഷൻ ക്യാമ്പ്സ് ഉണ്ട്, ടോക്സ് ഉണ്ട്, സർവൈവേഴ്സിൻ്റെ സ്റ്റോറി ഷെയറിംഗ് ഉണ്ട്. അങ്ങനെ പല പ്രോഗ്രാംസ് ഉണ്ട്. ഇവിടെ ആൽവ പുഴ, പെരിയാർ പുഴയിൽ ചെയ്യുന്നത് ഒരു കയാക്ക് ഫോർ എ കോസ്. ഇവിടെ കയാക്കേഴ്സ് ഓപ്പോളിനൊപ്പം, ഓപ്പോൾ എന്ന് പറയുന്ന സിസ്റ്റർ, നമ്മുടെ ഒരു ചേച്ചി, അനീതി, ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് കയാക്ക് ചെയ്യുവാണ് ഇവിടെ കയാക്കേഴ്സ്. നിഷ ജോസ് കെ മാണിയാണ് സന്ദേശയാത്ര നയിക്കുന്നത്. എഴുത്തുകാരി ലക്ഷ്മി നായർ സന്ദേശയാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ആലുവ ബാങ്ക് ജംഗ്ഷൻ കടത്തുകടവിലായിരുന്നു പരിപാടികൾ നടത്തിയത്. പെരിയാർ നദിയുടെ മനോഹാരിത വീണ്ടെടുക്കാനുള്ള ശുചീകരണ യജ്ഞത്തിൽ നിരവധി പേർ പങ്കാളികളായി. സ്തനാർബുദ ബോധവൽക്കരണ ക്യാമ്പയിനിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ക്ലാസുകൾ നയിച്ചു. ഞങ്ങളൊക്കെ സർവൈവേഴ്സ് ആണ്. ഞങ്ങൾ 3 പേരും സർവൈവേഴ്സ് ആണ്. ഇത് ലക്ഷ്മി നായർ എന്ന് പറയുന്നത് ഈസ് എ ഫൈറ്റർ. ഷീസ് നോട്ട് സർവൈവർ അല്ല, ഫൈറ്റർ. ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാൻസർ. പക്ഷെ ഞങ്ങൾക്കൊരു വി ഹാവ് എ വെരി ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ളത്. ക്യാൻസർ വന്നാൽ ഇറ്റ് ഇസ് നോട്ട് ദി എൻഡ്. നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാം ലൈഫ് കൊണ്ട്. ആ ഉള്ള ലൈഫ് നല്ലതായിട്ട് ജീവിക്കുക. അതിനൊക്കെയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിഷ ജോസ്, കാരുണ്യ സന്ദേശയാത്രയുടെ ക്യൂറേറ്ററാണ്. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.